ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബാബു എന്നാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു പ്ലാനിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഒരു പ്രൈവറ്റ് മേഖലയാണെങ്കിൽ ജോലി സ്ഥിരതയില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട്, ജോലി കുറയുക അല്ലെങ്കിൽ വരുമാനം കുറയുക, സ്ഥിരതയില്ലായിരിക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്ഥിരമായൊരു വരുമാനം ഉണ്ടാകുന്നതിലേക്ക് ഇതിനെക്കുറിച്ച് എല്ലാവരും ഭയാശങ്കയിലാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ സ്ഥിരമായൊരു ക്യാഷ് ഫ്ലോ ഉണ്ടാകാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നം. അതായത് അതിന് 2-3 കാര്യം. ഒന്നുമില്ലെങ്കിൽ നമ്മൾക്കൊരു ഫ്രൂട്ട്സ് മരം, ഇപ്പോൾ ഒരു ഫ്രൂട്ട്സ് മരത്തോടുകൂടി നമുക്ക് സ്വായത്തമാക്കാം. അല്ലെങ്കിൽ ഒരു വിത്ത് നട്ട് തായിയായി കായ്ഫലമായതിന് ശേഷം നമുക്കതിൽ നിന്ന് ഫ്രൂട്ട്സ് എടുക്കാം. അപ്പം എന്ന് പറഞ്ഞ പോലെ ഒന്നിൽ കുറച്ച് പൈസ നിക്ഷേപിച്ചുകൊണ്ട് ഒരു നിശ്ചിത കാലഘട്ടത്തിൽ നിശ്ചിത പൈസ നമുക്ക് സ്ഥിരമായി സ്ഥായിയായി കറക്റ്റായിട്ടുള്ള ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നൊരു പദ്ധതിയിലേക്ക് നമ്മൾക്ക് നീങ്ങാം. അതായത് നമ്മൾക്കൊരു പൈസ ഏതെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കുന്നതായിട്ടുള്ള ഒരു നിശ്ചിത പൈസ നമ്മൾ അടക്കുന്നു. ഒരു നിശ്ചിത കാലഘട്ടത്തിൽ നമ്മൾക്കിങ്ങനെ ക്യാഷ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഒരു പദ്ധതി. അതല്ല, ഒരു നിശ്ചിത തുക നിക്ഷേപിച്ചിട്ട് അടുത്ത മാസം തുടങ്ങി അല്ലെങ്കിൽ ഡിഫർമെൻറ്റ് പീരീഡ്, അതായത് 2 കൊല്ലം, 1 കൊല്ലം, 5 കൊല്ലം ഏതെങ്കിലും ഒരു ഡിഫർമെൻറ്റ് പീരീഡിൽ തുടർന്ന് നമ്മൾക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്കീം. അതായത് നമ്മൾക്ക് ഇതിനെ സംബന്ധിച്ച് ഇതൊരു സമ്പാദ്യം മാത്രമല്ല, ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുക മാത്രമല്ല, ആ വ്യക്തിക്ക് ഒരു ഇൻഷുറൻസ് സംരക്ഷണവും അതോടൊപ്പം ആ വ്യക്തി ഒരു വീടിൻ്റെ ബ്രെഡ് ആൻഡ് വിന്നർ, അതായത് വീട്ടിലേക്ക് പൈസ കൊണ്ടുചെല്ലുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ അഭാവത്തിൽ വീടിനെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വവും കൂടി ഈ പദ്ധതിയിൽ നിക്ഷിപ്തമാണ്. അതായത് മിനിമം ഒരു 50 രൂപ നീക്കി വെക്കുകയാണെങ്കിൽ, കാരണം അറിഞ്ഞോ അറിയാതെ പല ചിലവുകൾക്കും അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും നമ്മൾ പൈസ മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ എന്ന പോലെ അറിഞ്ഞുകൊണ്ട് മിനിമം ഒരു 50 രൂപ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത കാലത്തിന് ശേഷം ഒരു 15,000 അല്ലെങ്കിൽ ഒരു 16,000 രൂപ വെച്ചിട്ട് ഇയർലി ഇൻകം ഉണ്ടാകുന്നൊരു സംഭവമാണ്. മറ്റേത് ഫൈനാൻസ് സ്ഥാപനങ്ങൾക്കാകട്ടെ, ബാങ്കാകട്ടെ, പോസ്റ്റ് ഓഫീസാകട്ടെ, കുറിയാകട്ടെ, ഷെയർ മാർക്കറ്റാകട്ടെ, മ്യൂച്വൽ ഫണ്ട്സ് ആകട്ടെ, ഓരോ വർഷവും IRDAയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് മറ്റ് ഇതിൽ വരുന്ന നിബന്ധനകളും മോഡിഫിക്കേഷൻസും അപ്ഡേഷനൊക്കെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരു പ്ലാനിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ എത്ര രൂപ കിട്ടും, 15 വർഷം കഴിഞ്ഞിട്ട് എന്ത് കിട്ടും, നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കുന്നോ അത്രയും നാൾ വരെയും സ്ഥിരമായി സ്ഥായിയായി കൃത്യമായ ഒരു വരുമാനം ഉണ്ടാകുന്ന ഒരു പദ്ധതിയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കുന്ന ഒരാൾക്കും ഉറപ്പില്ലാത്തതാണ്. എന്നാൽ എത്ര നാൾ ജീവിച്ചിരിക്കുന്നോ അത്ര നാൾ വരെയും നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന അത്രയും കാലഘട്ടത്തോളം ഈ പൈസ നമ്മൾക്ക് കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ ലോൺ ബെനിഫിറ്റ് ഉണ്ട്. അതായത് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്ന പൈസയുടെ നിശ്ചിത തുക കഴിച്ചിട്ടുള്ള പൈസ നമുക്ക് ലോണായിട്ട് എടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതുപോലെ ഇത്രയും ബൃഹത്തരമായൊരു പദ്ധതി ഇതായിട്ടുള്ളത് ഒരു ബാങ്കോ അല്ലെങ്കിൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളോ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസോ മറ്റു ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളോ ഗവൺമെൻറ് സ്ഥാപനങ്ങളോ ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടില്ലാത്ത ബൃഹത്തരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ബ്രാൻഡഡ് ആയിട്ടുള്ള ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു ആക്സിഡൻറ്റ് കവർ കൊടുക്കുന്നുണ്ട്. അതായത് എത്ര രൂപയ്ക്കാണ്, എത്ര ലക്ഷം രൂപയ്ക്ക്, 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം ഏതാണോ സംരക്ഷയുടെ തുക, ആ തുക നമുക്ക് ആക്സിഡൻറ്റ് ബെനിഫിറ്റായിട്ട് കിട്ടുന്നു. ഈ ചേർന്ന വ്യക്തി മരിക്കാനിടയായി കഴിഞ്ഞാൽ മരിച്ചിട്ട് വാങ്ങിക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടല്ല, ഈ വ്യക്തി മരിക്കാനിടയായി കഴിഞ്ഞാൽ ആ ചേർന്ന സംരക്ഷയുടെ തുക പ്ലസ് അടച്ച തുക നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ആക്സിഡൻറ്റ് ഡെത്താണ് സംഭവിക്കുന്നതെങ്കിൽ സംരക്ഷയുടെ തുകയുടെ ഡബിൾ തുക ബെനിഫിറ്റായിട്ട് കിട്ടും. അതായത് 2 ലക്ഷം രൂപയ്ക്കാണ് ചേർന്നിട്ടുള്ള വ്യക്തിയെങ്കിൽ ഒരു ആക്സിഡൻറ്റ് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ 4 ലക്ഷം രൂപ പ്ലസ് അടച്ച തുക തിരിച്ചു കിട്ടും. അതോടൊപ്പം തന്നെ ഈ ചേർന്ന വ്യക്തി ഡിസേബിൾ ആയിക്കഴിഞ്ഞാൽ, ജോലി എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് പോകുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ഇൻഷുറൻസ് സംരക്ഷണം കമ്പനി ഏറ്റെടുക്കുന്നതോടൊപ്പം സംരക്ഷയുടെ തുകയുടെ 10% വെച്ച് അതിൻ്റെ ഫാമിലിക്ക് നൽകുന്നതാണ്. അപ്പം 3 ബെനിഫിറ്റുകൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നോർമൽ ബെനിഫിറ്റ്, അതായത് സംരക്ഷയുടെ തുക കൊടുക്കും.
ആക്സിഡൻറ്റ് ബെനിഫിറ്റ് ആണെങ്കിൽ സമ്മർഷഡ് തുകയുടെ ഡബിൾ ബെനിഫിറ്റ് കൊടുക്കും. ഡിസേബിൾ ആയിക്കഴിഞ്ഞാൽ, ജോലി എടുക്കാൻ പറ്റാതെ കിടപ്പായി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഫാമിലി, അതായത് ഫാമിലിക്ക് വേണ്ടിയിട്ട് സമ്മർഷഡ് തുകയുടെ 10% കൊടുക്കുന്നതോടൊപ്പം ഈ ഇൻഷുറൻസ് പ്രീമിയം കമ്പനി അടക്കുന്നതായിരിക്കും. 3 ബെനിഫിറ്റായി. ഇനി ലോൺ ബെനിഫിറ്റ്, അതായത് ഒരു 2 വർഷമെങ്കിലും നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾക്ക് ലോൺ ബെനിഫിറ്റ് ഉണ്ട്. അതായത് ബാങ്കിലോ അതല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിലോ നമുക്ക് ലോൺ എടുക്കാമെന്നുള്ള സംവിധാനമുണ്ട്. ഇനി തീരെ നിർവാഹമില്ല, നമ്മൾക്ക് തീരെ നിർവാഹമില്ല എങ്കിൽ എപ്പോഴും വേണമെങ്കിലും കുറിയും മറ്റേ വെളിച്ചെടുക്കുന്ന പോലെ ഒരു നഷ്ടത്തിൽ കലാശിക്കുന്നത് പോലെ ആയിരിക്കും. അതായത് തീരെ നമ്മുടെ ബഡ്ജറ്റ് തെറ്റുന്നു, ജോലിയില്ല, അല്ലെങ്കിൽ സാമ്പത്തിക നിലവാരം അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ അടക്കാൻ പറ്റുന്നില്ലെങ്കിൽ, തീരെ നിർവാഹമില്ല എങ്കിൽ നമ്മൾക്ക് അത് സറണ്ടർ ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. അപ്പോൾ നോർമൽ ഡെത്തിൻ്റെ കാര്യം പറഞ്ഞു, ആക്സിഡൻറ്റ് ഡെത്തിന് ഡബിൾ കിട്ടുമെന്ന് പറഞ്ഞു, ഡിസേബിൾ ആയിക്കഴിഞ്ഞാലുള്ള കാര്യം പറഞ്ഞു, പിന്നെ ലോൺ ബെനിഫിറ്റ് പറഞ്ഞു. ഇനി തീരെ നിർവാഹമില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാനുള്ള സംവിധാനവും ഇതിനുണ്ട്. അതല്ല എങ്കിൽ നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കുന്നോ അത്രയും നാൾ നമ്മൾക്ക് ഇതിൻ്റെ പെൻഷൻ സ്കീമായിട്ട് ലാഭവിഹിതമായിട്ട് നമ്മൾ സമ്മർഷഡ് തുക, അത് അടച്ച തുകയും അതിൻ്റെ ലോയൽറ്റി അഡീഷൻ ബോണസ് ഇങ്ങനെ വർദ്ധിച്ചു, ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതോടൊപ്പം ഇൻഷുറൻസ് കവറും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം നമ്മൾ ഇന്ന് വേണ്ട നോക്കുന്നു അതുവരെയും നമ്മൾക്ക് ഈ പൈസ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി. താങ്ക് യു വെരി മച്ച്.